സിയാറ സംഘം നിലവിൽ പരിശുദ്ധമായ മദീനയിൽ നാട്ടിലേക്ക് പോരുന്നതിന് മുമ്പത്തെ ദിവസം നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ഈത്തപ്പഴം വാങ്ങാൻ വേണ്ടി മനോഹരമായ ഒരു ഈത്തപ്പഴത്തിൻ്റെ ഫാമിലേക്ക് വന്നതാണ്. ഇവിടെ വരുന്ന എല്ലാവർക്കും ഈത്തപ്പഴം സുലഭമായി നമുക്ക് കഴിക്കാൻ എത്രയും അവർ വെച്ച് തരും. അതുപോലെ തന്നെ നമുക്ക് നല്ല അടിപൊളി സുലൈമാനിയും കൂടി ഇവർ തരും. അതെല്ലാം കഴിച്ചു. ഇതേ ഫാമിൽ നിന്നുമുണ്ടായ ഈത്തപ്പഴം നമുക്ക് എല്ലാവർക്കും കഴിച്ചു. അതിനുശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട ഈത്തപ്പഴങ്ങൾ നോക്കിയെടുക്കാനുള്ള സംവിധാനങ്ങളെല്ലാം ഇവിടെയുണ്ട്. ഇവിടെ മദീനയിൽ പലയിടങ്ങളിലും പോയിട്ടുണ്ടെങ്കിലും ഇവിടെ മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു സമ്പ്രദായം കണ്ടിട്ടുള്ളത്. ഏതായാലും അൽഹംദുലില്ലാ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാരൊപ്പമാരെല്ലാവരും വളരെ സന്തോഷവാന്മാരായി. കണ്ടില്ലേ, ചായ ഉണ്ടാക്കുന്ന ആ സുലൈമാനി ഉണ്ടാക്കുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ്. ഈ സുലൈമാനിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ സുലൈമാനിയിൽ മധുരം ഉണ്ടാവില്ല. മധുരം നമ്മൾ ഈത്തപ്പഴത്തിൻ്റെ മധുരം ഷെയർ ചെയ്യണം. അതായത് ഈത്തപ്പഴം മധുരമുള്ളത്, സുലൈമാനി മധുരമില്ലാത്തത്. ഈ രീതിയിലാണ് ഇവരിവിടെ തയ്യാറാക്കാറുള്ളത്. നിമിഷ നേരങ്ങൾ കൊണ്ടാണ് ഞങ്ങളെ ബാച്ചിലുണ്ടായിരുന്ന ശരാശരി 40ഓളം പേർക്കുള്ള ചായകളെല്ലാം അവർ തയ്യാറാക്കിയിട്ടുള്ളത്. ഏതായാലും ഈ ഒരു അനുഭവം വല്ലാതൊരു സന്തോഷമാണ്. ഇവിടേക്ക് വരുന്ന പ്രിയപ്പെട്ട ഉപ്പമാർക്കും ഉമ്മമാർക്കും അത് വലിയ സന്തോഷം തന്നെയാണ്. ഇനി നമുക്ക് നേരെ ഈത്തപ്പഴത്തിൻ്റെ ഫാമിലേക്ക് ഒന്ന് കയറി നോക്കാം. സ്വപ്നം സാഫല്യം ഒരുങ്ങം കൂടെ ഹസന ഹോളിഡേ, വിശ്വാസം സുദൃഢം ഇറങ്ങം കൂടെ ഹസന ഹോളിഡേ, മഖബൂലും മബ്റൂറും സിയാറത്ത് ചെയ്യാം. മക്ക മദീന കഅബ കണ്ട് സായുജ്യം പോകാം. കാശ്മീറും അജ്മീറും താജ്മഹൽ കണ്ട് കണ്ണുകളിനി കുളിരണിയണോ. ഊട്ടി മൈസൂരും കാണാം, ലക്ഷദ്വീപിലും പോകാം. കൂട്ടായുണ്ടല്ലോ ഹസന ഹോളിഡേ. സ്വപ്നം സാഫല്യം ഒരുങ്ങം കൂടെ ഹസന ഹോളിഡേ, വിശ്വാസം സുദൃഢം ഇറങ്ങം കൂടെ ഹസന ഹോളിഡേ. ഈത്തപ്പഴത്തിൻ്റെ ഫാമിൽ ഒരു മലയാളിയായ ഒരു ഇക്കയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഞാനിപ്പോൾ ഓർക്കുന്നില്ല. ഏതായാലും അദ്ദേഹം അവിടെ ഉള്ളത് കൊണ്ട് തന്നെ പ്രിയപ്പെട്ട ഉപ്പമാർക്കും ഉമ്മമാർക്കും എല്ലാം ചോദിച്ച് മനസ്സിലാക്കി ഇഷ്ടപ്പെട്ടത് വാങ്ങാനൊരു അവസരമുണ്ട്. അപ്പോൾ ഈത്തപ്പഴത്തിൻ്റെ ഫാമിൽ കയറി കഴിഞ്ഞാൽ എല്ലാവരും കയറുകയാണ്. കണ്ടില്ലേ, കയറി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ മോഡലുകൾ ഇവിടെ അവൈലബിൾ ആണ്. വ്യത്യസ്തമായ രീതിയിൽ, വ്യത്യസ്തമായ ടേസ്റ്റിൽ, വ്യത്യസ്തമായ എമൗണ്ടുകളിൽ. ഇതിലേതും നമുക്ക് എത്രയും കഴിച്ചു ടേസ്റ്റ് നോക്കാം. ഇഷ്ടപ്പെട്ടത് മാത്രം വാങ്ങിയാൽ മതി എന്നുള്ളതാണ് മറ്റൊരു കാര്യം. എല്ലാത്തിൻ്റെയും എമൗണ്ടുകൾ അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. പൊതുവിൽ നമ്മൾ ഇതുവരെ പരിശുദ്ധമായ മദീനയിൽ നിന്ന് ഈത്തപ്പഴത്തിൻ്റെ ഫാമിൽ പോയതിൽ വെച്ച് ആളുകൾക്ക് കൂടുതലായി മറന്നു എന്നാൽ എമൗണ്ട് കൊണ്ട് അഫോർഡബിൾ പ്രൈസായി നമുക്ക് അനുഭവപ്പെട്ട ഒന്നായിരുന്നു ഈ കാണുന്ന ഈത്തപ്പഴ ഫാമിലെ മനോഹരമായ രംഗങ്ങൾ. സമർപ്പണം ഹസന ഹോളിഡേസ്, മാതൃകാ മഹത്തരം ഹസന ഹോളിഡേസ്, നിർഭയം വിശ്വാസം ഹസന ഹോളിഡേസ്, സൗഹൃദം സ്നേഹാദരം ഹസന ഹോളിഡേസ്, സേവനം സമർപ്പണം ഹസന ഹോളിഡേസ്, മാതൃകാ മഹത്തരം ഹസന ഹോളിഡേസ്, നിർഭയം വിശ്വാസം ഹസന ഹോളിഡേസ്, സൗഹൃദം സ്നേഹാദരം ഹസന ഹോളിഡേസ്. സ്വപ്നയാത്രകൾക്ക് വർണ്ണ ചിറക് നൽകി ലക്ഷ്യമേറി തടങ്ങൾ നിർവൃതിയില്ലാണ്ട നിമിഷമേ. മക്കയും മദീന കണ്ട് കണ്ണ് കൊണ്ട് മനമകം കുളിർമ കൊണ്ട് ഹംദ് ബിണ്ട് ശുക്രതുണ്ട്. അങ്ങ് ദിക്ക് മക്കയും മദീന കണ്ട് കണ്ണ് കൊണ്ട് മനമകം കുളിർമ കൊണ്ട് ഹംദ് ബിണ്ട് ശുക്രതുണ്ട്. കാവനൂരിൽ ജൈത്രയാത്ര തുടരുമേ ഹസന ഹോളിഡേസ്, സിയാറത്ത് ആൻഡ് ടൂർ സർവീസ്. പോകുവാനൊരുക്കമോ, താജ്മഹൽ കാണുവാനിനി തിടുക്കമോ,
മഞ്ഞ് മൂടും താഴ്വരകൾ താണ്ടി ഉലകിലെ സുവർഗം കാശ്മീർ പോകുവാനൊരുക്കമോ നിങ്ങൾ? കടല് കടന്നക്കരയാ ലക്ഷദ്വീപ് പോയി നല്ല മുഞ്ചി തീർത്ത സംസ്കാരം കാണണോ നിങ്ങൾ? കടല് കടന്നക്കരയാ ലക്ഷദ്വീപ് പോയി നല്ല മുഞ്ചി തീർത്ത സംസ്കാരം കാണണോ നിങ്ങൾ? ഉദകമണ്ഡലം ഊട്ടി മൈസൂരും താണ്ടി നല്ല വിസ്മയങ്ങൾ കാണും യാത്ര പോകാം നമ്മൾ. വാതിലുള്ള കാഴ്ച കലയലക്ക് കാലമേകി നിത്യം ആഗ്രഹങ്ങൾ പൂത്തു കണ്ട് സ്വപ്നമോ പുലർന്നുകൊണ്ട് ഭൂമി സ്വർഗമാക്കണം ഇനി. ഫാമിലെ ഒരു വശത്ത് ഈത്തപ്പഴത്തിന്റെ ഓരോ ഡെമോകളും അവിടെ നമ്മൾ സെലക്ട് ചെയ്തതെല്ലാം ഇവിടെ ഗോഡൌണിൽ നിന്നാണ് അവർ നമുക്ക് തരിക. അങ്ങനെ ഗോഡൌണിൽ നിന്ന് അൽഹംദുലില്ലാ കണ്ട് എല്ലാവരും കൂടെ ഗോഡൌണിൽ നിന്ന് വാങ്ങുന്ന ഒരു രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എത്രയാണോ വാങ്ങുന്നത് അതിൻ്റെ സ്ലിപ്പ് തരും. ആ സ്ലിപ്പ് ഇവിടെ തൂക്കി അതേപോലെ നമുക്ക് പാക്ക് ചെയ്തിരുന്ന പതിവാണ് ഇവിടെയുള്ളത്. അന്നേ ദിവസം തന്നെ ഞങ്ങൾ മസ്ജിദുൽ ഖുബയിലേക്ക് സിയാറൊക്കെ പോയിരുന്നു. അങ്ങനെ മസ്ജിദുൽ ഖുബ കണ്ടില്ലേ, മനോഹരമായ മസ്ജിദുൽ ഖുബയിലെ കാഴ്ചകളെല്ലാം ചരിത്രങ്ങളെല്ലാം മുമ്പ് പറഞ്ഞതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ വീഡിയോ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്ക് അയക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടാണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ തന്നെ വിജയമുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു കിടിലൻ വീഡിയോയുമായി ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. ആരെങ്കിലും വീടുകളിൽ നിന്ന് വുളു എടുത്തുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ താമസ സ്ഥലങ്ങളിൽ നിന്ന് വുളു എടുത്തുകൊണ്ട് ഈ പള്ളിയിൽ വന്ന് 2 റക്അത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധമായൊരു ഉംറ ചെയ്ത പ്രതിഫലമാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. ഈ കാണുന്ന അത്ര മനോഹരമായ പള്ളിയാണത്. പ്രിയമുള്ളവരെ, ഈ പള്ളിയിലകത്ത് തന്നെ അന്ന് കസ്വ മുട്ടുകുത്തിയ സ്ഥലങ്ങളൊക്കെ ചെറിയ ഭാഗങ്ങളെല്ലാം കാണാൻ കഴിയും. ഏതായാലും ഇൻഷാ അല്ലാഹ് വിശദമായി നമുക്ക് പിന്നീട് കാണാം. ഈ കാണുന്ന സ്ഥലങ്ങളെല്ലാം നമ്മുടെ ഫുന്ദുക്കിലേക്ക് പോകുന്ന വഴികളാണ്.